ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വിൻകയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ നമ്മളൊരു ബ്രഷും പേസ്റ്റും ഒക്കെ ആയിട്ട് ഓടി വരാറുണ്ട് കേട്ടോ. നമ്മുടെ ചെടിയിൽ ഏതൊക്കെ മുട്ട് വിരിഞ്ഞു എങ്ങനെയൊക്കെ നിൽക്കുന്നു എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ തന്നെ ഓടി വരാറുണ്ട്. ഒന്ന് റൗണ്ട് അടിച്ച ശേഷം വീണ്ടും നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ കാണുമല്ലോ. അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ റെഡിയാക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി ഒന്ന് പുറത്തിറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്കി ഒന്ന് ചുറ്റി അടിച്ചതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് പോകേണ്ടതുണ്ടല്ലോ. പിന്നെ കാപ്പിയൊക്കെ എല്ലാവർക്കും കൊടുത്ത് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം മൂന്നാമത്തെ റൗണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ചെടികളെയൊക്കെ നല്ല വിശാലമായിട്ട് നമ്മൾ നോക്കി കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ സീഡുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ നിൽക്കുന്നു എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ സീഡുകളൊക്കെ വേറെ ഓരോരോ ചട്ടികളിലൊക്കെ പാകി വയ്ക്കുമല്ലോ, അതൊക്കെ മുളച്ചിട്ടുണ്ടോ, എത്രത്തോളം മുളച്ച് വന്നിട്ടുണ്ട്, പിന്നെ അതെങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്കിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സീഡൊക്കെ പാകുന്നത് ഈ പോട്ടിൻ്റെ സൈഡിലോട്ടൊക്കെ തന്നെയാണ് പാകി വയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലേബൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അത് ചെയ്യാറുമില്ല, എന്നാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ലേബൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏതാണ് പാകിയിരിക്കുന്നത്. എല്ലാത്തിലും ഇതുപോലെ ഓരോ നമ്മൾ പാകി വെച്ചേക്കുവാണല്ലോ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ഇത് കൊടുത്തേക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന സീഡാണ് അതിൽ പാകിയേക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സീഡ് പാകിയ പോട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ചെറുതായിട്ട് ഒരറ്റത്തൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നമ്മൾ സീഡ് പാകിയ ആവശ്യത്ത് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സീഡ് പാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം. മണ്ണങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല. എപ്പോഴും ഒരു ചെറിയ നനവുണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ അധികം വെള്ളം കോരി ഒഴിക്കാനും പാടില്ല കേട്ടോ. അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സീഡ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് സീഡ് നല്ല രീതിയിൽ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ബ്ലാക്ക് മൂണിൻ്റെ സീഡ് ഇട്ടിരുന്നല്ലോ, അതൊക്കെ ഇതുപോലെ മുളച്ച് വന്നിട്ട് കേട്ടോ. ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞാനിതും വേറൊരു ചെടി നിൽക്കുന്ന പ്ലാന്റിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ ഈ സീഡൊക്കെ പാകിയത്. പക്ഷേ എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ മണ്ണ് ഡ്രൈ ആവാതെ നമ്മൾ കുറേശ്ശെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട്, എന്ന് വെച്ചാൽ ഒരുപാട് കോരി ഒഴിക്കാനും പാടില്ല. അപ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് സീഡ് നല്ല രീതിയിൽ മുളച്ച് വരുന്നത്. ഇത് പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് വലുതാകുമ്പോൾ നമ്മൾ വേറൊരു കുഞ്ഞു പോട്ടിലോട്ട് മാറ്റും. പിന്നെ അത് അവിടെ നിന്ന് നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ കുറച്ചുകൂടി വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്കതിൻ്റെ തലപ്പൊക്കെ നുള്ളി കൊടുത്ത് ബുഷിയാക്കി നിർത്താനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി വലിയ പോട്ടിലോട്ട് മാറ്റുമ്പോൾ നമുക്കതിൻ്റെ തലപ്പ് നുള്ളി കൊടുത്ത് ഏകദേശം ഒരു ഫ്ലവറാകുന്ന രീതി എത്തുന്നത് വരെ നമുക്ക് ആ ഒരു പോട്ടിൽ നിർത്താനായിട്ടും പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ വിൻക ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പെറ്റൂണിയാസ് ഉണ്ടെന്ന്. ഇത് ഇങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു രസമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാം വാരി വലിച്ചിട്ടേക്കുന്നത് പോലൊരവസ്ഥ. അപ്പോൾ അത് നമുക്ക് ആ പെറ്റൂണിയാസൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ഹാങ്ങി വിൻക ആക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതാകുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവറായി നിൽക്കും. കഴിഞ്ഞ വർഷം ഹാങ്ങി വിൻക ആയിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത്. അത് നമ്മുടെ ബ്ലാക്ക് മൂണാണ്. ബ്ലാക്ക് മൂണിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സീഡൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് മൂണിൻ്റെ കുറച്ച് സീഡ് സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് സീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ബ്ലാക്ക് മൂണിൻ്റെ മാത്രം സീഡേ ഉള്ളൂ, ബാക്കി ഒന്നിൻ്റെയും സീഡ് ഇപ്പോൾ ഇല്ല. നമ്മുടെ ടാറ്റു വിൻകയുടെ സീഡൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റാണ് നമ്മുടെ ടാറ്റു വിൻകയൊക്കെ. പക്ഷേ അതിൻ്റെയൊന്നും സീഡ് ആയിട്ടില്ല കേട്ടോ. സീഡ് ആകുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ ബ്ലാക്ക് മൂണിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 25 സീഡ് വരുന്നത് 75+ CC ആണ്. പോസ്റ്റൽ രജിസ്റ്റേർഡ് പോസ്റ്റലായിട്ടാണ് നമ്മൾ സീഡ്സൊക്കെ അയക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്ലവറൊക്കെ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ വെള്ളം നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലവറൊക്കെ വാടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ഫ്ലവറൊക്കെ ആകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും ഫ്ലവറൊക്കെ തന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നും, വല്ലാത്തൊരു കുളിർമ തോന്നാറുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിൻകയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആ വിൻകയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതാ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ വിൻകയുടെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് പെറ്റൂണിയാസ് ഇട്ടിരുന്നല്ലോ, അതെടുത്ത് നമ്മുടെ വിൻകയുടെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് സ്ഥലം ഇതുപോലെ ഉണ്ട് കേട്ടോ, മതിലിൻ്റെ സൈഡിലായിട്ട് അവിടെ എടുത്ത് വെച്ചിരിക്കുവാണേ. ഫ്ലവറൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ഭാഗം അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ എല്ലാം വാരി വലിച്ചിട്ടേക്കുന്നത് പോലെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ പ്ലാന്റ്സ് ആക്കണം കേട്ടോ ഇവിടെ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹാങ്ങിങ് വിൻക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ഫ്ലവറൊന്നും ആയില്ല, അപ്പോൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെറ്റൂണി ഇരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് വേറെ പ്ലാന്റ്സൊക്കെ ആക്കണം. ഇത് എനിക്കൊരു ഉഷാറില്ലാത്ത കണക്കാണ് തോന്നുന്നത്. കണ്ടോ, ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എല്ലാം ഒരുമാതിരി വാരി വലിച്ചിട്ടേക്കുന്നത് കണക്ക്. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു തൃപ്തിയാകുന്നത് വരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ വെക്കും കേട്ടോ. മനസ്സിനൊരു ഇത് കൊള്ളാമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ പിന്നെ ഒന്ന് റിലാക്സ് ആവുന്നത്. അപ്പോൾ ഇതുപോലെ ഒരടുക്കും ചിട്ടയോടും കൂടിയൊക്കെ വെച്ചാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സും അതുപോലെ ഫ്ലവറും ഒക്കെ നല്ല ഭംഗിയോട് നിൽക്കത്തുള്ളൂ കേട്ടോ, കാണാനായിട്ടൊരു കുളിർമ തോന്നത്തുള്ളൂ. അപ്പോൾ ആ ഒരു സൈഡ് നമുക്ക് ഇനി മാറ്റിയൊക്കെ വെക്കണം കേട്ടോ. വിൻകയോ പിന്നെ നമ്മുടെ ഹാങ്ങിങ് വിൻകയോ അല്ലെങ്കിൽ ഇതുപോലെ വിൻകയോ ഒക്കെ ആക്കി വെക്കണം, അപ്പോഴാണ് അവിടെ നല്ല ഭംഗിയാവുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും വീഡിയോസിലൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തൈകളൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു പോട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ റെഡി ആകുമ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി അവിടെ വെക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാൻ പ്രതീക്ഷയോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.